മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നന്ദുവിനെയും അനിയാണെങ്കിലും നമ്മൾ ആദർശേയും നയനെയും കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ അവർ നമ്മൾ ആദർശാണെങ്കിലും നമ്മൾ അനിയടുത്ത് നീ എവിടെ ആയിരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് കൂടെ ആരാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നന്ദു ആണെങ്കിൽ ഹെൽമെറ്റൊക്കെ ഊരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആദർശനാണെങ്കിൽ കണ്ടിട്ട് ദേഷ്യവും വരുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് നന്ദു നീ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കറങ്ങി നടന്നിട്ടാണോ ബാക്കിയുള്ളവരെ ടെൻഷനാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പം നമ്മളെ നയനയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ നയനയാണെങ്കിൽ നന്ദുവിൻ്റെ ചെവിക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനി പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ടാണ് നന്ദു വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിളിച്ചപ്പോൾ നന്ദു വരത്തില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ നന്ദുവിനെ വിളിച്ച് വന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നന്ദു വന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട് നീ പറയുന്നതൊന്നും ഞങ്ങൾ ഇനി വിശ്വസിക്കത്തില്ല, അത് കണക്കന്നെ നന്ദു പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദു ആണെങ്കിൽ സിയെ കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം ഇങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട വല്ല ആവശ്യങ്ങളും ഉണ്ട്. അങ്ങനെ പറയുന്നുണ്ട് നീ എന്തായാലും സിയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കും, നിനക്ക് നന്ദു അനിയായിട്ടൊരു ബന്ധമില്ലെന്നുള്ള കാര്യം ഞങ്ങൾ വിശ്വസിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഉറപ്പിച്ചിങ്ങനെ നമ്മളെ നയന പറയാം. നമ്മളെ നന്മമാരമായ നയനയാണല്ലോ എല്ലാം ഇത്രയും കൊണ്ടൊക്കെ എത്തിച്ചിട്ടുള്ളത്, പിന്നെ പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. എന്നിട്ട് പിന്നെ നമ്മളാണെങ്കിൽ നന്ദുവിനെ വലിച്ചൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട് കാറിൽ കയറാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശാണെങ്കിൽ അനിയെ എടുത്ത് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് വീട്ടിൽ പോടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിന്നെ കാണാതെ അവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അനിയെ ദേഷിച്ചൊക്കെ പറഞ്ഞു വിടും. നയനയും കൂടെ നമ്മളെ നന്ദുവിനെയും കൊണ്ട് അവരും പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മളെ നയനയാണെങ്കിൽ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് നമ്മളെ നന്ദുവിനാണെങ്കിൽ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ അനിയുടെ കൂടെ പോയതിനൊക്കെ ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തിനാ പോയെന്നൊക്കെ ചോദിച്ചിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചല്ലേ, അപ്പോൾ എന്തിനാ പോയെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കുറേ വഴക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മളെ ദേവ്യാനിയാണെങ്കിൽ നമ്മൾ അനിയെ കാത്തിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അനി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ദേവ്യാനി അവിടെ അങ്ങനെ നമ്മൾ ദേവ്യാനിയാണെങ്കിൽ അവിടെ ഇങ്ങനെ അനി ചെല്ലുന്ന സമയത്താണെങ്കിൽ ദേവ്യാനി അവിടെ ഇങ്ങനെ സെറ്റിയിൽ ഇങ്ങനെ വിഷമിച്ചിരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അനിയെ കാണുമ്പോൾ ദേവ്യാനിയാണെങ്കിൽ അനിയുടെ അടുത്തോട്ട് ചെല്ലുന്നിട്ട് നമ്മൾ അനിയെടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാ മോനെ നീ ഇങ്ങനെ ഓരോരുത്തർ അടിയെല്ലാം ഇടിച്ച് വെക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാര്യം ദേവ്യാനി പറയുന്നുണ്ട് ഓരോ ദിവസം തോറും എനിക്ക് അടി കിട്ടിയതിൻ്റെ പാട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമവും കാര്യങ്ങളും വരുന്നുണ്ട് മോനെ. നന്ദുവിനൊക്കെ ഇത് കണക്ക് കല്യാണമൊക്കെ ആലോചിച്ചിരിക്കുമല്ലേ, പിന്നെ എന്തിനാ മോനെ നന്ദുവിനെ കാണുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ദേവ്യാനി ആണെങ്കിൽ പറയുന്നുണ്ട് നന്ദു നല്ലൊരു കുട്ടിയാ മോനെ, അവളെ പിറക്കി എന്തിനാ നീ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എത്ര നീ നടന്നാലും നിനക്ക് എന്തായാലും അവളെ കിട്ടാൻ പോകുന്നില്ല മോനെ, പിന്നെ എന്തിനാ നീ അവളെ പിറക്കി ഇങ്ങനെ നടന്ന് ശല്യം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അനി പറയുന്നുണ്ട് ഞാൻ ജനിച്ച് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ എന്തിനെങ്കിലും വാശി പിടിക്കുന്നത് വലിയമ്മ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അനി പറയുന്നുണ്ട് ഞാൻ ജീവിതത്തിൽ വാശി പിടിച്ച ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, പക്ഷേ അതിന് വേണ്ടി എൻ്റെ കൂടെ ആരും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ട് എനിക്കത് നേടി തന്നതുമില്ല. പിന്നെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വന്നൊരു രാക്ഷസിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ അനി പറയുന്നുണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണായിരിക്കും, അല്ലാതെ ഇനി എനിക്ക് ഒരു കല്യാണമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അങ്ങനൊരു ജീവിതം കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേണ്ടാന്നൊക്കെ ഇങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ സങ്കടപ്പെട്ട് നമ്മൾ ദേവ്യാനി അടുത്താണെങ്കിൽ നമ്മൾ അനി ഇങ്ങനെ സങ്കടം പറയാം കേട്ടോ. അപ്പം നമ്മളെ ദേവ്യാനി പറയുന്നുണ്ട് മോനെ നിൻ്റെ അമ്മയാണെങ്കിൽ അവളെ കാര്യം പോട്ടെ, പക്ഷേ നന്ദുവിൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും അവരും സമ്മതിക്കത്തില്ല. പിന്നെ അതും അല്ലാതെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ നയനയും നവ്യയാണെങ്കിൽ അവരും നിങ്ങൾ തമ്മിൽ ഒരുമിക്കാനുള്ള ഇതിനൊന്നും അവരും സമ്മതിക്കത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളെ ദേവ്യാനിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേരെ ആൺപിള്ളേരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവർക്കൊക്കെ കല്യാണത്തിനൊന്നും ഇങ്ങനെ സമ്മതിക്കത്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അനിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല വലിയമ്മ ആണുങ്ങൾക്കൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊടുക്കാന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അനിയാണെങ്കിൽ നല്ല സങ്കടത്തോടാണെങ്കിൽ അനി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ആദർശനെയും നയനെയും പിന്നെ നന്ദുവിനെയാണ് പിന്നെ കാണിക്കുന്നത്. ആദർശാണെങ്കിൽ ഇവർ പോകുന്ന വഴിയല്ലാതെ വേറെ റൂട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നയന ചോദിക്കുന്നുണ്ട് ആദർശട്ടെ ഇത് ഏത് വഴിയാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് എനിക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ടെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നയന ചോദിക്കുക അത് ആരാ ആദർശട്ടെ കാണാനുള്ളതെന്ന് ചോദിക്കുമ്പം നമ്മൾ ആദർശ് പറയുന്നുണ്ട് അതിപ്പം അയാളുടെ വീട് എത്താറായിട്ടുണ്ട്, എന്തായാലും അയാളുടെ അടുത്ത് എത്താറായല്ലോ, അപ്പോൾ ഇനി അയാളെ കാണുമ്പോൾ മനസ്സിലാവുമെന്നല്ലോ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ എത്തുന്ന സമയത്താണെങ്കിലും നമ്മളെ നന്ദു പറയുന്നുണ്ട് ഇത് സച്ചി സാറിൻ്റെ ഗസ്റ്റ് ഹൗസ് അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആദർശ് പറയും അതേന്ന് പറയും. അപ്പം നമ്മളെ നന്ദു ചോദിക്കും എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് എനിക്ക് പിന്നെ ഒന്ന് അയാളെ ഒന്ന് കാണണം, മുത്തശ്ശൻ എന്തായാലും പോയി അയാളെ കണ്ടിട്ടുണ്ട്, അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും അനിയുടെ മുഖത്ത് അടിച്ചതിൻ്റെ ആ ദേഷ്യം എനിക്കും ഉണ്ട്, എനിക്കും അയാളെ ഒന്ന് കാണണമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മളെ നന്ദുവും നയനയും പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞങ്ങളും കൂടെ വരാമെന്ന് പറയുമ്പോഴത്തേക്കും
ആദർശ് പറയും വേണ്ട, അത് നന്ദുവിനെ കാണുമ്പോഴത്തേക്ക് പിന്നെ അയാൾക്കതൊരു കുറച്ചിലാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആദർശ് പറയും ഞാൻ പോയി അയാളെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നയനയ്ക്കാണെങ്കിൽ ഒരു പെണ്ണ്, ഇനി നമ്മളെ നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കും ഇനി അവിടെ പോയി ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നന്ദു പറയുന്നുണ്ട് പ്രശ്നങ്ങളാവുന്നെങ്കിൽ അങ്ങ് ആവട്ടെ എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മളെ നയന പറയാം നിനക്ക് അതാണല്ലോ വേണ്ടത്, അങ്ങനെ ആകുമ്പോഴത്തേക്ക് കല്യാണമൊന്നും നടക്കത്തില്ലല്ലോ, നിനക്ക് അത് തന്നെയല്ലേ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്ദു പറയുന്നുണ്ട് അയാൾ ബോറിനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ നയന ചോദിക്കുന്നുണ്ട് പിന്നെ ബോറിനല്ലാത്ത ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നന്ദു ആണെങ്കിൽ ഒന്നും മിണ്ടാതെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ CI സാറിനെയും നമ്മളെ ആദർശനെ കേട്ടോ. അപ്പം ആദർശാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ ചോദിക്കും എന്നെ മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ CI സാറാണെങ്കിൽ അവിടെ അങ്ങ് അഭിനയിച്ച് അങ്ങ് തകർക്കുന്നുണ്ട്. നമ്മൾ ആദർശം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ അനിയുടെ കർണത്തടിച്ച കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അയാൾ പറയുന്നുണ്ട് അത് എനിക്ക് അടിച്ചതിന് ശേഷം എനിക്കൊരു വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് മാപ്പ് പറയാൻ വേണ്ടി വന്നപ്പോഴാണ് മൂർത്തി സാർ ഇങ്ങോട്ട് സ്റ്റേഷനിൽ വന്ന് അങ്ങനെ സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശം പിന്നെ പറയുന്നുണ്ട് ഇതണക്ക് നന്ദുവിനെ കല്യാണം ആലോചിച്ചൊക്കെ വന്ന കാര്യമൊക്കെ എനിക്കറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ എന്നെ കണ്ടിട്ടുണ്ടോ അപ്പം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ പറയുന്നുണ്ട് ഞാൻ പല ഫംഗ്ഷനിലും വെച്ച് ഞാൻ സാറിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ CI സാറ് പറയുന്നുണ്ട് ഞാൻ പലവട്ടവും ഞാൻ അനിയടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ കയറി ഇറങ്ങില്ലേ എന്ന് പറഞ്ഞപ്പം അനി അത് കേട്ടതുമില്ല. പിന്നെ അതുമല്ല ഇപ്പം അനിയും നിയമപരമായിട്ട് ഇങ്ങനെ കല്യാണം ഒന്നും വേർപെടുത്തിയിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ CI പറയുന്നുണ്ട് ഇപ്പം എന്തായാലും അനിയാണെങ്കിൽ നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അനിയുടെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാമല്ലോ, ഇപ്പം അനി വേറെ പെണ്ണിൻ്റെ പിറക്കെ നടക്കുന്നതെന്നോ അല്ലെങ്കിൽ വേറെ പെണ്ണിനെ സ്നേഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞ് കഴിഞ്ഞാലാണെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല, ആരെ വേണമെങ്കിലും സ്നേഹിക്കാനും ഏത് പെണ്ണിൻ്റെ പിറക്കെ നടന്നാലും ഒന്നും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാളെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അനി എന്താ 24 മണിക്കൂറും പല പെണ്ണുങ്ങളെ പിറക്കെ നടക്കുന്നതൊക്കെ ഇയാളെ പറച്ചിൽ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം അങ്ങനെ പിന്നെ ഇതൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആദർശനും ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ആദർശ് പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ശരി തന്നെ, നിങ്ങൾ എന്തായാലും എനിക്ക് കാര്യം പറഞ്ഞ് എന്തായാലും മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു, എന്തായാലും അവൻ്റെ മുഖത്ത് അടിച്ച തെറ്റും ശരിയായില്ല, അതെനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ആദർശ് അയാളെ മുഖത്തൊക്കെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ സാറിൻ്റെ അടുത്തും സാറിൻ്റെ മുത്തശ്ശൻ്റെ അടുത്തൊക്കെ ഒന്ന് പിന്നെ അനിയുടെ അടുത്തൊക്കെ ഒന്ന് മാപ്പ് ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്താണ് പിന്നെ നമ്മൾ മൂർത്തി സാർ അങ്ങോട്ട് വന്നിട്ട് എന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് സാറ് പോയത്. അപ്പോൾ എന്തായാലും സാർ ഇവിടെ വന്ന സ്ഥിതിക്ക് സാറിൻ്റെ അടുത്തൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ നമ്മൾ ആദർശ് പറയുന്നുണ്ട് അനിയും നന്ദു ഉള്ള ബന്ധം നിങ്ങൾക്ക് അറിയണമെങ്കിൽ തന്നെ ആ നന്ദുവിൻ്റെ ഫോണിലെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അവർ ഒരുപാട് വട്ടം വിളിക്കുകയും സംസാരിക്കുകയൊക്കെ അവർ ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ CI സാർ പറയുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവർ തമ്മിൽ ഇങ്ങനെ ഓരോ ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാനതൊന്നും കാര്യമാക്കി എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എൻ്റെ ഒരു വേവ് ലെങ്തിൽ ഉള്ളൊരു പെൺകുട്ടിയാണ് നന്ദു, അതുകൊണ്ടാണ് ഞാൻ നന്ദുവിനെ കല്യാണം ആലോചിച്ചിട്ട് ഞാൻ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ചെന്നെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആദർശിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദർശം പറയുന്നുണ്ട് നന്ദുവിനെ കല്യാണം ആലോചിച്ചത് കൊണ്ടാണ് നിങ്ങളത് ഞാൻ പിന്നെ ഇത്രയും മാന്യമായിട്ട് പെരുമാറുന്നതെന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ സംസാരിച്ചതിന് ശേഷം അവിടുന്ന് ആദർശമാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ആണെങ്കിൽ നമ്മളെ CI സാറാണെങ്കിൽ ഒരു ചെറു പുഞ്ചിരിയോടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അയാൾ അഭിനയം അഭിനയിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അയാൾ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ആദർശ് വന്നിട്ട് അവരങ്ങ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മളെ കനകയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നന്ദു ഇങ്ങനെ അവരുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊന്നും പറയരുതെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളിത് പറയരുതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ആദർശം നമ്മളെ നയനയും പറയുന്നുണ്ട് ഇല്ല ഈ കാര്യങ്ങളൊക്കെ അവരറിയണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നന്ദു പറയുന്നുണ്ട് അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നന്ദു പറയുന്നുണ്ട് ഇതണക്ക് അച്ഛനിക്ക് വലിയൊരു അസുഖം ഉള്ളതൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെ നയന ചോദിക്കുന്നുണ്ട് ആ കാര്യം നിനക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നന്ദു പറയും പ്ലീസ് ഈ കാര്യം നിങ്ങൾ പറയല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആദർശ് പറയുന്നുണ്ട് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ നയനയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് CI ആയിട്ടുള്ള കല്യാണം എന്തായാലും നടത്തുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നന്ദു പറയുന്നുണ്ട് അയാൾ മഹാബോറനാണ്, അയാൾ അത്ര നല്ലതൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നയന പറയുന്നുണ്ട് ഇനി ഏതൊക്കെ കല്യാണം ആലോചിച്ച് വന്നാലും നിനക്ക് ഇത് തന്നെ ആയിരിക്കും പറയാൻ കാരണം, അതിനൊന്നും നീ സമ്മതിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ നിൻ്റെ മനസ്സിൽ അനിയാണല്ലോ, അതുകൊണ്ട് നീ വേറെ ഒരു കല്യാണത്തിനും സമ്മതിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ഇവ കാണിക്കുന്നതെന്നാൽ നമ്മളെ ഗോവിന്ദനെയും കനകയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആദർശൻ നയനയെല്ലാം അവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊരു സംശയം എന്താ ഇവരെന്താ ഈ സമയത്ത് ഇങ്ങനെ വരുന്നതും പിന്നെ ഇവരെ കൂടെ നമ്മളെ നന്ദു ഉണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ നന്ദുവിൻ്റെ അടുത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇവരെ മനസ്സിൽ ഇങ്ങനെ സംശയം എന്താ ഇവരെ കൂടെ ഇങ്ങനെ നന്ദു വന്നെന്നൊക്കെ
ഉള്ള ആലോചനകൾ ഇവരെ മനസ്സിലും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ നമ്മൾ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ മൂന്നുപേരും ഒരുമിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദർശ് പറയുന്നുണ്ട്, അത് അനിയെ കാണാനില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചിറങ്ങിയ സമയത്ത് ഞങ്ങൾ നന്ദുവിനെ വിളിച്ച് പറഞ്ഞു, അങ്ങനെ നന്ദു ഞങ്ങളെ കൂടെ കൂടിയതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അനി എന്തിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദർശ് പറഞ്ഞ്, അനിയാണെങ്കിൽ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവനെ കാണാതെ വീട്ടിൽ എല്ലാവരും ടെൻഷനായിട്ടിരിക്കും, അങ്ങനെ അവനെ വീട്ടിലോട്ട് പറഞ്ഞയച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കനകയും ഗോവിന്ദനും ആണെങ്കിൽ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും അനി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, വന്ന സമയത്ത് അനിയടുത്ത് ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അനിയെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി എന്തായാലും നന്ദുവിൻ്റെയും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നന്ദു പറയുന്നുണ്ട്, കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ പിന്നെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തിനാ വെറുതെ ഇങ്ങനെ എന്നെ അടിച്ചേൽപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ നന്ദുനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നന്ദു ആണെങ്കിൽ അങ്ങ് അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, കണ്ട ഇതാണ് മോളെ രീതിയും സ്വഭാവങ്ങളും, അവളെ കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ പറഞ്ഞൊക്കെ മനസ്സിലാക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവരും എന്തായാലും പറയുന്നുണ്ട്, സച്ചിനുമായിട്ടുള്ള കല്യാണം എന്തായാലും ഉടനെ നടത്തണമെന്ന് തന്നെയാണ് ഇവരെല്ലാവരെയും തീരുമാനങ്ങൾ. ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദർശ് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അവൻ അവൻ്റെ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ കറങ്ങി നടന്നതായിരുന്നു, അല്ലാതെ അവനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മൾ ഗോവിന്ദൻ പറയുന്നുണ്ടോ, എന്തായാലും പേടിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് എപ്പോഴാണ് ഒരു സമാധാനം ആയത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ആദർശാണെങ്കിൽ സച്ചിനുമായിട്ടുള്ള സംസാരിച്ചല്ലോ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എന്തായാലും അയാൾക്ക് സംസാരിച്ച് ഇപ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും അയാളൊരു ബോറിനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഒരു മാന്യനായിട്ടാണ് തോന്നിയത്, മാന്യമായിട്ടാണ് അയാൾ സംസാരിച്ചെന്നൊക്കെ പറയുമ്പം നമ്മൾ കനയ്ക്കും ഗോവിന്ദനും ഒക്കെ ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, അയാൾ പിന്നെ അനിയെ അടിച്ചതിനും തെറ്റ് പറയാനൊന്നും പറ്റത്തില്ല, അയാൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കാര്യമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും ഇവർക്കിപ്പം എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആണെങ്കിലും ഇപ്പോൾ സച്ചിനുമായിട്ടുള്ള കല്യാണം നടത്താനാണ് ഇവരെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അങ്ങനെ അവരാണെങ്കിൽ ആദർശിൻ്റെ അടുത്തും നയനയുടെ അടുത്തും കയറി ഇരിക്കാൻ പറയുമ്പോഴത്തേക്കും അവർ പറയും, നയന പറയില്ല, അവിടെ ആദർശൻ്റെ അമ്മ ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക, അമ്മ ഉറങ്ങാതിരിക്കുമായിരിക്കും, ഞങ്ങൾ പോകുകയെന്നൊക്കെ പറഞ്ഞ് ഇവർ യാത്ര പറഞ്ഞ് ഇവർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴും നമ്മൾ കനകയും ഗോവിന്ദനും ആണെങ്കിലും നമ്മൾ നന്ദുവിൻ്റെയും CI സാറിൻ്റെ കല്യാണം നടത്തുന്ന കാര്യങ്ങളും ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ നന്ദു ആണെങ്കിൽ റൂമിൽ പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യണേ.